Hello all of you. I'm C. Appu Gopinath, Faculty for Indirect Tax. ഈ വീഡിയോയിൽ CA ഇന്റർമീഡിയറ്റ് മെയ് 2025 എക്സാമിനേഷന് ICAI നോട്ടിഫൈ ചെയ്തിട്ടുള്ള അമെൻമെന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇന്റർമീഡിയറ്റിന് വേണ്ടി മെയ് 2025 എക്സാമിനേഷന് റിലീസ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള അമെൻമെന്റുകൾ എന്തൊക്കെയാണ് ചേഞ്ചുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചാപ്റ്ററിന്റെ ഇൻഡെപ്ത് ഡിസ്കഷൻ അല്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്ന അമെൻമെന്റ് ചാർജ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വന്നിരിക്കുന്ന അമെൻമെന്റ് ആണ്. ആ അമെൻമെന്റ് ബേസിക്കലി പുതിയൊരു റിവേഴ്സ് ചാർജ് നോട്ടിഫിക്കേഷൻ ആണ്. റിവേഴ്സ് ചാർജിൽ വന്നൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ ആ പുതിയ എൻട്രി എന്താണെന്നായിരിക്കും ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്. സോ മൈ അസംഷൻ ഈസ് നിങ്ങൾ ഓൾറെഡി ചാർജ് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ പുതിയ പ്രൊവിഷൻ എന്താണ് ചേഞ്ച്, അതായത് പുതുതായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ്, ഇത് മാത്രമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാം. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ചാപ്റ്ററിന്റെ ഇൻഡെപ്ത് ഡിസ്കഷൻ അല്ല. ഓക്കെ, നമ്മൾ ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിലെ ചേഞ്ചുകൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്. ആൻഡ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സാപ്പ് മീ. ഓൾറൈറ്റ്, ശരി. ഇനി അത് മാത്രമല്ല, ഈ അമെൻമെന്റ്സ് എല്ലാം തന്നെ ഞാനൊരു സെപ്പറേറ്റ് PDF നോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അഗൈൻ നിങ്ങൾക്ക് താഴെ എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ ഇൻസ്റ്റാഗ്രാം മെസ്സേജിങ് ഓർ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ എങ്ങനെ വേണം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന PDF ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്, ശരി. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോക്കുന്നത് ചാർജ് ഓഫ് GST എന്ന ടോപ്പിക്കിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ഈ ചാപ്റ്റർ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് 2 കോർ കോൺസെപ്റ്റ് ആണ്. ഒന്ന്, അതായത് സെക്ഷൻ 9 ആണ് നമ്മളിവിടെ പഠിക്കുന്നത് അല്ലെ. സെക്ഷൻ 9 നമ്മൾ ബേസിക്കലി നോക്കുന്ന കാര്യം, ഒന്ന് ഏതൊക്കെ സർവീസുകളാണ് റിവേഴ്സ് ചാർജിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ പ്രൊവിഷൻ വരുന്ന 9 സബ്സെക്ഷൻ 5, ഇത് രണ്ടുമാണ് പഠിക്കുന്നത്. ഇതിൽ 9 സബ്സെക്ഷൻ 3, അതായത് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന ടോപ്പിക്കിന് താഴെ ഏതൊക്കെ സർവീസുകളാണ് റിവേഴ്സ് ചാർജിൽ വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017, അതിലേക്ക് ഒരു പുതിയ സർവീസും കൂടെ ആഡ് ആയിട്ടുണ്ട്. ആ സർവീസ് ആണ്, ശ്രദ്ധിക്കാം, സർവീസസ് ബൈ വേ ഓഫ് റെന്റിംഗ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ബൈ എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് ദ റെസിപ്പിയന്റ് ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. സോ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾ ഒക്കെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു ചാർട്ട് രീതിയിൽ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാം, എളുപ്പത്തിൽ മനസ്സിലാകാൻ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം ഓൾറെഡി ഓർമ്മ വേണം. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെന്റിന് കൊടുക്കുന്ന സമയത്ത് ചാർജ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെന്റിന് കൊടുക്കുമ്പോൾ അവിടെ എങ്ങനെ ചാർജ് വരും, എവിടെയൊക്കെയാണ് എക്സംഷൻ വരിക, തുടങ്ങിയ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളോട് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്, അവിടെ റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനെ പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ എൻട്രി വന്നിരിക്കുന്നത്. അപ്പൊ ഈ എൻട്രിയിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് റെന്റിംഗ് ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ദിസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് നോട്ട് എ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. അതൊരു വീടല്ല എന്ന് പറയുമ്പോൾ അത് ഇതുപോലെയുള്ള ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം അല്ലെ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ റെന്റിന് കൊടുക്കുന്നത്. ഇത് റെന്റിന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നമ്മൾ ആദ്യം നോക്കേണ്ടത് സപ്ലയർ ആരാന്നാണ്. ഇഫ് സപ്ലയർ ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഓൾറൈറ്റ്, then if the recipient is registered or even if the recipient is unregistered, the charge is going to be forward charge. അപ്പോൾ റിവേഴ്സ് ചാർജ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്, ഈച്ച് ആൻഡ് എവറി സർവീസ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു കോർ പോയിന്റ് ടാപ്പ് ചെയ്തെടുക്കണം അല്ലെ. ആ കോർ പോയിന്റ് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ചാർജ് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. ഉദാഹരണം, ഇപ്പൊ നമ്മൾ സ്പോൺസർഷിപ്പ് സർവീസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്, നമ്മളവിടെ കോറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റെസിപ്പിയന്റ് ആരാണ് എന്നാണ് നോക്കേണ്ടത്. സപ്ലയർ ആരാ നിങ്ങൾ നോക്കാൻ വേണ്ട വിട്ടേക്കു, റെസിപ്പിയന്റിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ അവിടെ ചാർജ് പറയാം അല്ലെ. എന്ന് പറയുന്നത് പോലെ കമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ റെന്റിന് കൊടുക്കാന്നുണ്ടെങ്കിൽ, അതായത് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് സപ്ലയർ ആരാന്നാണ്. കാരണം സപ്ലയർ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ പരിപാടി ക്ലോസ് ചെയ്യാം. It is going to be forward charge. It doesn't matter whether the recipient is registered or unregistered. കിട്ടിയോ? ഇനി what if the supplier is an unregistered person?
supplier unregistered person ആണെങ്കിൽ then you have to focus on the recipient. If the recipient is a registered person, then the charge is going to be reverse charge. Okay, അപ്പോൾ റെജ് ടു റെജ് ആണെങ്കിൽ ടാക്സ് അടക്കേണ്ടത് സപ്ലയർ ആണ്, രജിസ്റ്റേർഡ് ടു അൺരജിസ്റ്റേർഡ് ആണെങ്കിലും ടാക്സ് അടക്കേണ്ടത് സപ്ലയർ ആണ്. എന്നാൽ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഓക്കെ, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ ഓണർഷിപ്പിലാണ് ഈ ബിൽഡിംഗ് എന്ന് വിചാരിച്ചു. ആ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആ വാടകയ്ക്ക് ഇത് എടുത്തിരിക്കുന്ന വ്യക്തി റെസിപ്പിയന്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെന്റിന്റെ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ആ റെസിപ്പിയന്റ് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഓൾറൈറ്റ്, സോ അതാണ് റിവേഴ്സ് ചാർജിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പുതിയൊരു സ്പെസിഫൈഡ് എൻട്രി. എല്ലാവർക്കും ക്ലിയർ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓൾറൈറ്റ്, ഫൈൻ. സോ യു കൻ നോട്ട് ദിസ് ഡൗൺ. ഓക്കെ, ഓൾറെഡി ഓഫ് കോഴ്സ് ഇത് PDF ഉണ്ടാവില്ല. ഈ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. യു കൻ നോട്ട് ദിസ് ഡൗൺ. ഈ ഇൻഫർമേഷൻ PDF ഉണ്ടാവും. അപ്പൊ എന്താ ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് എക്സംഷൻസ് ഫ്രം GST എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, എക്സംഷൻസ് ഫ്രം GST. നമുക്കറിയാം നമ്മൾ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഏതൊക്കെ സർവീസുകളാണ് GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ ആക്ച്വലി ഡിഫറെന്റ് ഹെഡിങ്സ് ആയിട്ട് തിരിക്കാറുണ്ട്. അതിലൊരു ഹെഡിങ് ആണ് ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ സർവീസസ്. ഓക്കെ, അപ്പോൾ സർവീസസ് പ്രൊവൈഡഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും സർവീസസ് പ്രൊവൈഡഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ്ലി ചാർട്ടൊക്കെ വരച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെ, ശരി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് നോക്കാം. ആ ചേഞ്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളോട് ഞാൻ ക്ലാസ്സിൽ സ്പെസിഫിക്കലി പറയുന്നൊരു കാര്യമാണ് അഫിലിയേഷൻ സർവീസുകൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ ഇപ്പോൾ CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡുകളുടെ കീഴിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ അഫിലിയേഷൻ അവർ അക്യൂർ ചെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഈ സ്കൂളുകൾക്ക് അഫിലിയേഷൻ സർവീസ് കൊടുക്കുന്നതാണ്. അപ്പോൾ സർവീസസ് പ്രൊവൈഡഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിൽ നമ്മൾ ഇങ്ങനൊരു അഫിലിയേഷൻ സർവീസ് എവിടെയും കണ്ടിട്ടില്ല. അതിനർത്ഥം ഈ പറയുന്ന ബോർഡുകൾ സ്കൂളുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ സർവീസ് ആക്ച്വലി ടാക്സബിൾ ആണ്. ഇതായിരുന്നു എക്സിസ്റ്റിംഗ് അവസ്ഥ. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്താണ്, ഒരു അമെൻമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എൻട്രിയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് എൻട്രി മനസ്സിലായല്ലോ. ഈ പറയുന്ന ബോർഡുകളും അതിപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ സെൻട്രൽ ബോർഡ് ആയിക്കോട്ടെ സ്കൂളുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ സർവീസ് ആക്ച്വലി ടാക്സബിൾ ആണ്. അതിന് എക്സംഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി എന്താണ് പുതിയ എൻട്രി നോക്കൂ. സർവീസസ് ഓഫ് അഫിലിയേഷൻ provided by a central or state educational board or council or any other similar body, whatever name called, to a school established, owned or controlled by central government, state government, union territory, local authority, government authority or government entity. അതായത് നമ്മൾ ഈ പറഞ്ഞ എൻട്രി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച ബോർഡുകൾ സ്കൂളുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ സർവീസ് ആക്ച്വലി ടാക്സബിൾ ആണ്. എന്നാൽ ഈ പറയുന്ന സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ, ഒരു ഗവൺമെന്റ് ഓൺഡ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ then this entry is going to be exempted. ഇതാണ് എൻട്രി. അപ്പൊ നോർമൽ അഫിലിയേഷൻ GSTയിൽ ടാക്സബിൾ ആണ്, എന്നാൽ ഗവൺമെന്റ് സ്കൂളുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇതാണ് എൻട്രി. നിങ്ങളുടെ വായിച്ചു നോക്കാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി ഈ അഫിലിയേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഡീഷണൽ ക്ലാരിഫിക്കേഷൻ കൂടെയാണ്. നമുക്ക് അതും കൂടെ നോക്കാം. Okay. The affiliation services provided by universities are not related to the admission of students to such colleges or conduct of examination by such college. അതായത് ഇവിടെ വിഷയം കോളേജുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്പെസിഫിക് എൻട്രി എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളിപ്പോൾ നേരത്തെ കണ്ട അഫിലിയേഷൻ എൻട്രി ഉണ്ടല്ലോ, അത് എന്താ പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകൾ കൊടുക്കുന്ന അഫിലിയേഷൻ എക്സെപ്റ്റർ ആണ്. ഇത് മനസ്സിലാക്കേണ്ടത് ഈ കോളേജുകളും പല പല യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇവരൊക്കെ ആയിട്ട് അഫിലിയേഷൻ ഉണ്ടാവും കോളേജുകൾ. ഈ കോളേജുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ എക്സംഷൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു എക്സംഷൻ എവിടെയും കൊടുത്തിട്ടില്ല. സർവീസസ് പ്രൊവൈഡഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിങ്ങിൽ നമ്മൾ അഫിലിയേഷൻ എവിടെയും കാണുന്നില്ല. അത് കാണാത്തത് കൊണ്ട് കോളേജുകൾക്ക് കൊടുക്കുന്ന അഫിലിയേഷൻ സർവീസ് GSTയിൽ നിന്ന് ടാക്സബിൾ ആണ്. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഒന്നും കൂടെ അത് ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്. The affiliation services provided by universities are not related to admission of students to such colleges or conduct of examination. It has been clarified by CBSE that the affiliation services provided by universities to their constituent colleges are not covered within the ambit of exemptions provided to education institutions. I hope it's clear. Okay. So, this actually, this clarification,
നമ്മുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല, കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ എക്സംഷൻ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നോർമൽ അഫിലിയേഷൻസ് എല്ലാം GSTയിൽ ടാക്സബിൾ ആണ്. എന്നാൽ സെൻട്രൽ സ്റ്റേറ്റ് ബോർഡുകൾ ഗവൺമെന്റ് സ്കൂളുകൾ കൊടുക്കുന്ന അഫിലിയേഷൻ GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ? അടുത്തത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത്, സെയിം ഹെഡിങ്ങിൽ തന്നെ സർവീസസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 ആയിട്ട് തിരിക്കുന്നതിൽ മൂന്നാമത്തെ ഏതായിരുന്നു? എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ബൈ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ പാർട്ട് ഓഫ് അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് താഴെ ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി എൻ്റെ സ്റ്റഡി ഹാൻഡ് ബുക്കിൽ ഉള്ള ഒരു ചാർട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ചേഞ്ച് വന്നിരിക്കുന്നതെന്ന്. നമുക്ക് ഈസിലി കിട്ടിക്കാണും. അതെ, ഇവിടെയാണ്. നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ഇവിടെ NCVT എന്നാണ് വായിച്ചത്, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. പക്ഷെ ഇപ്പൊ നമ്മളത് വായിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പൊ ഈ മാറ്റം വന്നിട്ട് കുറച്ചായി. ഞാനൊന്ന് സ്പെസിഫിക്കലി നോട്ട് ചെയ്യാണ് ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അപ്പൊ ആരാണ് ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്? അത് മറ്റാരുമല്ല, ശ്രദ്ധിക്കാം. നമ്മൾ പണ്ട് NCVT ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഈ NCVT NSDA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ക്ലബ് ചെയ്തു, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ഏജൻസി. അത് ക്ലബ് ചെയ്തിട്ട് ഇപ്പോൾ ഈ 2 ഏജൻസികളുടെയും ആക്ടിവിറ്റി ഇപ്പോൾ നോക്കുന്നത് ഈ NCVT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അതുകൊണ്ട് ഈ എൻട്രിയിൽ എവിടെയൊക്കെ NCVT എന്ന് വന്നോ അവിടെയൊക്കെ നമ്മൾ NCVET എന്ന് വായിക്കണം. അത്രേ ഉള്ളൂ ചേഞ്ച്. നോട്ട് എ വെരി സീരിയസ് അമെന്റ്മെന്റ്, പക്ഷെ അറിഞ്ഞിരിക്കുക. പണ്ട് നമ്മൾ NCVT എന്ന് വായിച്ചെടുത്ത് ഇപ്പൊ നമ്മൾ NCVET എന്ന് വേണം വായിക്കാൻ. നോട്ടിഫിക്കേഷൻ അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഈ അമെന്റ്മെന്റ് നോട്ട് ചെയ്യാം. അടുത്തത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് താഴെ 2 ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബോത്ത് ദീസ് ചേഞ്ചസ് ആർ ആക്ച്വലി ഇൻ റിലേഷൻ ടു ഇന്ത്യൻ റെയിൽവേസ്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഓർമ്മ വേണം, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട് GSTയിൽ. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് ചാർജ് എക്സംഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ അവിടെ നമ്മൾ എവിടെയൊക്കെയാണ് കാണുന്നത്? ഇപ്പോൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് റിവേഴ്സ് ചാർജ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അവിടെയും നമ്മൾ സ്പെസിഫിക്കലി ഇന്ത്യൻ റെയിൽവേനെ പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എക്സംഷൻസിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റെയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ റെയിൽ, അവിടെയും നമ്മൾ ഇന്ത്യൻ റെയിൽവേനെ കാണുന്നുണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന 2 സ്ഥലങ്ങൾ എവിടെയാണ് നമുക്ക് നോക്കാം. ഇത് 2 എക്സംഷൻ എൻട്രീസ് ആണ്. നമുക്ക് ഫസ്റ്റ് എൻട്രി നോക്കാം. സർവീസ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ദാറ്റ് ഈസ് ഇന്ത്യൻ റെയിൽവേ, ടു ഇൻഡിവിജ്വൽസ് ബൈ വേ ഓഫ്, ഫസ്റ്റ് എന്താ നോക്കൂ, സെയിൽ ഓഫ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നിങ്ങളിത് ഇത് കണ്ടിട്ടില്ലേ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്? യെസ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് GST വരില്ല. നമ്മൾ നോർമൽ റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണെന്നുള്ളൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അല്ലെ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ട്രെയിൻ അത് മാറും. അത് AC കോച്ചാണോ നോൺ AC കോച്ചാണോ അനുസരിച്ചിട്ട് എക്സംഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഫൈൻ. അതുപോലെ എന്താ നോക്കൂ, ഫെസിലിറ്റി ഓഫ് റിട്ടയറിംഗ് റൂംസ് ഓർ വെയിറ്റിംഗ് റൂംസ്. ഓക്കെ, അപ്പോൾ റെയിൽവേയിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വരുന്ന ഒരു സർവീസ് ആണ് ഈ റിട്ടയറിംഗ് റൂം എന്ന് പറയുന്നത്. ഇവിടെ അവർലി പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. അങ്ങനെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് പേയ്മെന്റ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി എക്സംപ്റ്റഡ് ഫ്രം GST. ഓക്കെ, ഫൈൻ. അടുത്ത എന്താണ്? ക്ലോക്ക് റൂം സർവീസസ്. എന്താണ് ക്ലോക്ക് റൂം? നമുക്ക് റെയിൽവേയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ക്ലോക്ക് റൂം. ബേസിക്കലി നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അഗെയിൻ അവർലി റെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ അവർലി റെന്റിനും GST വരില്ല. ഇറ്റ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി എക്സംപ്റ്റഡ്. പിന്നെന്താണ്? ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസസ്. അതായത് ഈ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പൊ ഇങ്ങനെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് കാറുകൾ ഉണ്ടാവും. അതായത് ഇപ്പൊ പ്രായമായവർക്കോ അല്ലെങ്കിൽ ഒത്തിരി ലഗേജ് ഉള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ട്രെയിനിൽ ഇപ്പോൾ ഒത്തിരി ഇപ്പൊ ട്രെയിൻ വൺസ് എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി ദൂരം നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് കാറുകൾ അവർക്ക് സർവീസ് ഉപയോഗിക്കാം. ആ സർവീസിന് ഇന്ത്യൻ റെയിൽവേ വാങ്ങുന്ന ചാർജും GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓൾറൈറ്റ്, ഫൈൻ. അടുത്തത് അവിടെ തന്നെ വന്നിരിക്കുന്ന വേറെ എൻട്രി ആണ്, എക്സംഷൻ എൻട്രി. സർവീസസ് പ്രൊവൈഡഡ് ബൈ വൺ സോൺ ഡിവിഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ടു അനദർ സോൺ ഓർ ഡിവിഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്.
അതായത് ഇന്ത്യൻ റെയിൽവേനെ പല സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ച് കേട്ട് പരിചയം ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഈ കൊങ്കൺ റെയിൽവേ, ഈസ്റ്റേൺ റെയിൽവേ, സദേൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ പറയുന്ന സോണുകൾ ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇങ്ങനെ സോണുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു സോൺ മറ്റൊരു സോണിലേക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് GST നിന്ന് എക്സംപ്റ്റ് ആണ്. ഈസി. ഓൾറൈറ്റ്, ഫൈൻ. അപ്പൊ അതാണ് എൻട്രി നമ്പർ 2. ക്ലിയർ? ഓൾറൈറ്റ്. ഇതാണ് ഇന്ത്യൻ റെയിൽവേ ബന്ധപ്പെട്ടിട്ടുള്ള 2 പുതിയ എൻട്രികൾ എക്സംഷൻസിലേക്ക് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് കയറി വന്നിരിക്കുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് കീഴെ വരുന്ന ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി കോൺസെപ്റ്റ് വളരെ ഈസിയാണ്. ബിഫോർ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അവിടെ GTA ഉണ്ട്, അതർ ദാൻ GTA ഉണ്ട്, റെയിലുണ്ട്, എയർക്രാഫ്റ്റ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെയൊക്കെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് നമ്മൾ എങ്ങനെ എക്സംപ്റ്റ് നമ്മൾ പഠിച്ചു. അവിടെ തന്നെ ഈ GT എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്നുണ്ട്. ഇപ്പൊ GTക്ക് നമുക്കറിയാം ഗുഡ്സ് ബേസ്ഡ് എക്സംഷൻ ഉണ്ട്, റെസിപ്പിയന്റ് ബേസ്ഡ് എക്സംഷൻ ഉണ്ട്, അല്ലെ? ഫൈൻ. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ GT സർവീസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. കൺസൈൻമെന്റ് നോട്ടിന്റെ കോൺസെപ്റ്റ് ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പോ GTA ബൈ റോഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ, ആൻഡ് ദേ വിൽ പ്രൊവൈഡ് കൺസൈൻമെന്റ് നോട്ട്. അതാണ് GTA, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ബൈ റോഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ GTA കുറെ ആൻസിലറി സർവീസ് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ കൊടുക്കാം? അതായത് അവർ വേണമെന്നുണ്ടെങ്കിൽ ലോഡിംഗ്, അൺലോഡിംഗ്, പാക്കിംഗ്, അൺപാക്കിംഗ്, ട്രാൻസ്ഷിപ്മെന്റ്, ഒരു വണ്ടിയിൽ നിന്ന് വേറെ വണ്ടിയിലേക്ക് കയറ്റുക, ടെമ്പററി വെയർ ഹൗസിംഗ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവർ കൂടെ ചെയ്യും. അപ്പൊ ഒരു ചോദ്യം വന്നത്, അതിനൊക്കെ വാങ്ങുന്ന പൈസയാണ് നമുക്ക് GTA ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അതിന് ഉത്തരം വളരെ ഈസിയാണ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു മെയിൻ സർവീസ് ചെയ്യുന്നതിന്റെ കൂടെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു കോമ്പസിറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തോളാൻ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ എന്തായി? മെയിൻ സർവീസ് GTA ആണ്, ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ സർവീസുകൾ വരുമ്പോൾ ഇതിനൊരു കോമ്പസിറ്റ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ സപ്ലൈ അഗെയിൻ GTA സർവീസ് ആണ്. വിച്ച് മീൻസ് അതിന് വേണ്ടി വരുന്ന എല്ലാ എക്സംഷൻസും ഇവിടെ നമുക്ക് കിട്ടും. ആ എക്സംഷൻസ് ഏതൊക്കെയൊന്നും മാറ്റങ്ങളൊന്നുമില്ല, പക്ഷെ അതൊക്കെ കിട്ടും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ജസ്റ്റ് ഒരു കാര്യം അഡീഷണലി അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ്. അപ്പൊ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. എന്താണ്? However, if such services are not provided in the course of transportation of goods and are invoiced separately, then these services will not be treated as composite supply of transport of goods. It's a very easy clarification. ഇങ്ങനെ സ്പെസിഫിക്കലി ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? ഇപ്പൊ ഉദാഹരണം, ഞാനൊരു GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ഗുഡ്സ് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഗുഡ്സ് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ടുള്ള വെയർ ഹൗസിംഗ്, ട്രാൻസ്ഷിപ്മെന്റ്, ലോഡിംഗ്, അൺലോഡിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പസിറ്റ് സപ്ലൈ ആൻഡ് ദ പ്രിൻസിപ്പൽ സപ്ലൈ ഇസ് ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നൗ I am a GTA. I provide transportation of goods. At the same time, I separately provide these other services. ഞാൻ ഈ ലോഡിങ്ങോ അൺലോഡിങ്ങോ ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വെച്ചോ. അല്ലെങ്കിൽ എനിക്കൊരു വെയർ ഹൗസ് ആണ്, നിങ്ങളുടെ ഗുഡ്സ് ആൻഡ് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യണം, ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സർവീസ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അത് പ്യൂർലി ഞാനിപ്പോ ഒരു വെയർ ഹൗസിംഗ് സർവീസ് മാത്രം ചെയ്യുകയാണെങ്കിൽ, ഈവൺ ഇഫ് ഐ എം എ GTA, നൗ ഐ എം പ്രൊവൈഡിങ് ജസ്റ്റ് വെയർ ഹൗസിംഗ് സർവീസ്, അല്ലേ? അപ്പൊ അതിനൊരു കോമ്പസിറ്റ് സപ്ലൈ ആയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ അതാണ് ഈ ക്ലാരിഫിക്കേഷൻ പറയുന്നത്. However, if such services are not provided in the course of transportation of goods and are invoiced separately, then these services will not be treated as composite supply of transport of goods. Easy. Okay, so that's a clarification over there. നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തത് അക്കോമഡേഷൻ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു എക്സംഷൻ ഉണ്ട്. അത് ഈ എൻട്രി ആണ്. നോക്കൂ, സർവീസസ് ബൈ വേ ഓഫ് റെന്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ യൂസ് ആസ് റെസിഡൻസ് എക്സെപ്റ്റ് വെയർ ദ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഈസ് റെന്റഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡെപ്ത് അനാലിസിസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, അല്ലെ? റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഒരു റെസിഡൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ലാത്ത കേസുകളിലൊക്കെ അത് ടാക്സബിൾ ആവുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം അതിന് റിവേഴ്സ് ചാർജുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കമ്പൈൻ ചെയ്ത് നമ്മൾ ചാർട്ട് വരച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതല്ല വിഷയം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ നിൽക്കട്ടെ. ഇവരിതിന് എക്സ്ട്രാ കൊണ്ടുവന്നിരിക്കുന്നത് ഈ എക്സ്പ്ലനേഷൻ ആണ്. സോറി, ഈ എക്സ്പ്ലനേഷൻ എന്താണ് നോക്കൂ. നത്തിങ് കണ്ടന്റ് ദിസ് എൻട്രി ഷാൾ അപ്ലൈ ടു accommodation services for students in hostel residences or
അക്കോമഡേഷൻ സർവീസ് പ്രൊവൈഡ് ബൈ ഹോസ്റ്റൽസ്, ക്യാമ്പ്സ്, പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ആൻഡ് ദി ലൈക്ക്. അതായത് ശ്രദ്ധിക്കാം, നമുക്ക് മനസ്സിലായി ഇതുപോലെയുള്ള റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങുകൾ, വീടുകൾ വാടകയ്ക്ക് കൊടുത്തതിൽ എക്സംപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ? അൺരജിസ്റ്റേർഡ് പേഴ്സണ് റെസിഡൻഷ്യൽ പർപ്പസ് കൊടുത്തു കഴിഞ്ഞാൽ. ഓർക്കണേ, അവിടെ നമ്മൾ പല രീതിയിൽ അവിടെ എക്സംഷൻസ് വരുന്നുണ്ട്, അവിടെ ടാക്സബിലിറ്റി വരുന്നുണ്ട്, അവിടെ റിവേഴ്സ് ചാർജ് കണക്ട് ചെയ്ത് വരുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാരിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്. പൊതുവായിട്ട് പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള പി ജികൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ ഉണ്ടല്ലോ, ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇവരും പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? അക്കോമഡേഷൻ സർവീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവരിപ്പോ ഫോർ എക്സാമ്പിൾ ഇതുപോലെയുള്ള ഒരു ഹോസ്റ്റല് ദേ പ്രൊവൈഡിങ് അക്കോമഡേഷൻ സർവീസ് ദിസ് ലേഡി എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പോൾ CSEM എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വന്നൊരു കുട്ടിയെന്ന് വെച്ചോ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നിരിക്കാം. അപ്പൊ തൊട്ടടുത്ത് ഹോസ്റ്റൽ എടുത്ത് നിൽക്കുമല്ലോ, അങ്ങനെ ഹോസ്റ്റൽ എടുത്ത് നിൽക്കുകയാണ്. ഈ എൻട്രി നമ്മളിപ്പോ പഠിച്ച എക്സംഷൻ എൻട്രിയിൽ കവേർഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ കവേർഡ് അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഇത് ടാക്സബിൾ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് അടുത്ത പ്രൊവിഷൻ. ഒന്നുകൂടെ വായിച്ചു നോക്കാം നമുക്ക്. എക്സ്പ്ലനേഷൻ പറയുന്നു, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് എൻട്രി ഷാൾ അപ്ലൈ ടു accommodation services for students in student residences or accommodation services provided by hostels, camps, paying guest accommodation and the like. Clear? അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ധാരണ എന്താ? അയ്യോ, ഇത് ടാക്സബിൾ ആണല്ലേ എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് പുതിയൊരു എൻട്രി വന്നിട്ടുണ്ട്. ഇത് ടാക്സബിൾ ആയിരിക്കെ തന്നെ 2 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമോ നമ്മൾ നോക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഇതാണ്, ഈ ഹോസ്റ്റലിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എല്ലാ മാസവും 20,000 രൂപയിൽ താഴെയോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കണം. അപ്പൊ ഒരു ഭയങ്കര വലിയ ഫീസ് ആവരുത്, 20,000 താഴെ ആയിരിക്കണം ഫീസ്. പ്ലസ് മിനിമം അവിടെ 90 ഡേയ്സ് കണ്ടിന്യൂസ് സ്റ്റേ വേണം. അത് ഒരാഴ്ചക്ക് നിൽക്കുന്ന പരിപാടി ആവരുത്, മിനിമം 90 ഡേയ്സ് ഒരു ലോങ് ടേം സ്റ്റേ ആയിരിക്കണം. ഈ 2 കണ്ടീഷനും ക്യുമുലേറ്റീവ്ലി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാക്സബിലിറ്റി മാറി ഇത് എക്സംപ്ഷൻ ആവും. അതെങ്ങനെ? അതിനിവിടെ ഒരു പുതിയൊരു എൻട്രി കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്, ന്യൂ എക്സംഷൻ എൻട്രി. Services of accommodation services having value of supply less than or equal to 20,000 rupees per person per month, provided that the accommodation service is supplied for a minimum continuous period of 90 days. Clear അല്ലേ? മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്തേ. നോർമലി റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെസിഡൻഷ്യൽ പേർപ്പസിന് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സംപ്റ്റഡ്. But this entry is not applicable in the case of paying guest, hostels, etc. Which means it should be taxable. എന്നാൽ അതിന് എക്സംഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ അഡീഷണൽ കണ്ടീഷനോടെ നോക്കണം. ഒന്ന്, റെന്റ് അപ് ടു 20,000 ആയിരിക്കണം, മിനിമം 90 ഡേയ്സ് സ്റ്റേ വേണം. അങ്ങനെയാണെങ്കിൽ ആ 2 കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടും. ഈ പറഞ്ഞ കഥയൊന്നും വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അപ്ലിക്കബിൾ അല്ല കേട്ടോ. കാരണം അത് ഓൾറെഡി കംപ്ലീറ്റ്ലി അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുമ്പോൾ എക്സംപ്റ്ററാ. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെസിഡൻഷ്യൽ പേർപ്പസിന് അൺരജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുമ്പോൾ ഓൾറെഡി എക്സംപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരും, അയ്യോ വാട്ട് അബൌട്ട് ഹോസ്റ്റൽസ്? അതിനൊരു എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ പറഞ്ഞില്ല, ഹോസ്റ്റലൊക്കെ ടാക്സബിൾ ആണ്. എന്നിട്ടൊരു പുതിയ എൻട്രി വരികയാണ്, ഹോസ്റ്റലിന് എക്സംപ്ഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു സമ്മറി പോയിന്റ് വരുന്നത്. ഇതാണ് അക്കോമഡേഷൻ സർവീസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള എക്സംഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഓൾറെഡി എക്സംഷൻ എൻട്രിയിൽ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ? ഓക്കെ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ആൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റീസ് എക്സംപ്റ്റഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇതിനിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ KSEB നമുക്ക് എടുക്കാം അല്ലേ? KSEBയുടെ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആണ്. എന്നാൽ ഇതല്ലാതെ KSEB ചെയ്യുന്ന ബാക്കി സർവീസുകളൊക്കെ ടാക്സബിൾ ആണ് എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പുതിയൊരു കണക്ഷൻ വിട്ടുകിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പൈസ ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലിന്റെ പൈസ ടാക്സബിൾ ആണ്, മീറ്റർ റെന്റ് ടാക്സബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലിയർ? എന്നാൽ ഇവിടെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് അമെൻമെന്റ്? അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് എൻട്രിക്ക് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും GST എക്സംപ്റ്റ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ടാക്സബിൾ ആണെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എക്സംപ്റ്റ് ആക്കി. ഓക്കെ, നമുക്ക് എൻട്രി ഒന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിക്കാം. Supply of services by way of providing metering equipment on rent, testing for meters, transformers, capacitors, etc., releasing of electricity connection, shifting of meters or service lines, issuing duplicate bills, etc., which are incidental or ancillary to the supply of transmission and distribution of electricity
provided by electricity transmission and distribution utilities to their consumers are exempted. Clear അല്ലേ? അപ്പൊ this entry is also going to be exempted. ഇത് പണ്ട് പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ പഠിച്ചിരുന്നത്. കാരണം അവിടെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും മാത്രമേ എക്സെപ്റ്റ് ചെയ്തുള്ളൂ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സർവീസുകളെല്ലാം ഗവൺമെന്റ് ഇപ്പോൾ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ. അടുത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു, അതായത് R&D സർവീസുമായി ബന്ധപ്പെട്ടൊരു എക്സംഷൻ വന്നിട്ടുണ്ട്. പുതിയ എൻട്രിയാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഒന്ന് വായിക്കാം. അപ്പോൾ എൻട്രി നമുക്ക് ആദ്യം ഒരു ചെറിയൊരു പാർട്ട് മാത്രം വായിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൻട്രി എളുപ്പത്തിൽ മൊത്തത്തിൽ മനസ്സിലാവും. ഇവിടെ എൻട്രി പറയുന്നത് അല്ലെങ്കിൽ പ്രൊവിഷൻ ഇങ്ങനെയാണ്: R&D സർവീസസ് against consideration received in the form of grants supplied by a government entity is going to be exempted. എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവിടെ ഓർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കഥയുണ്ട്, പക്ഷെ ഇത്രയും നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, ആസ്ട്രോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. എക്സാമ്പിൾ, അവരുടെ പരിപാടി എന്താണ്? അവര് സാറ്റലൈറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എക്സാമ്പിൾ ട്ടോ. ഓക്കെ, നമ്മുടെ ISRO എന്ന് പറയുന്ന ഗവൺമെന്റ് എൻറ്റിറ്റി ഇവരെ സമീപിച്ചിട്ട് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു 50 lakhs ഗ്രാന്റ് തരാം. എന്തിനാണ് തരുന്നത്? ഇതിന് പകരമായിട്ട് ISROയുടെ ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റിലേക്ക് ഒരു R&D ചെയ്ത് കൊടുക്കണം, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇവരുടെ ഫീൽഡ് ഈ സാറ്റലൈറ്റ് പ്രൊപ്പൽഷനൊക്കെ ബന്ധപ്പെട്ടതാണല്ലോ. ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നു. ഇവരങ്ങനെ R&D ഇവർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് ആക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ബി എക്സംപ്റ്റഡ് ഫ്രം GST. അതാണ് നമ്മളിപ്പോൾ വായിച്ച എൻട്രി. ഒന്നുകൂടെ വായിച്ചു നോക്കാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസസ് അഗെയിൻസ്റ്റ് കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാന്റ് സപ്ലൈഡ് ബൈ എ ഗവൺമെന്റ് എൻറ്റിറ്റി. ഓൾറൈറ്റ്, ഇത് ഗവൺമെന്റ് എൻറ്റിറ്റി മാത്രമാണോ ഈ ഗ്രാന്റ് കൊടുക്കുന്നത്? അല്ല. ഓർ എ റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ടിഫൈഡ് അണ്ടർ ക്ലോസ് 2 or 3 of subsection 1 of section 35 of Income Tax Act 1961. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിലെ ഈ സെക്ഷൻ 35 നിങ്ങൾ പഠിക്കുന്നതാണ്. ഒരു 100% ഡിഡക്ഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോട്ടിഫൈ ചെയ്തിട്ടില്ലേ? അത് ഇൻകം ടാക്സിലെ വിഷയമാണ്. അപ്പോൾ ആ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 2 3 പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ച് അസോസിയേഷനോ യൂണിവേഴ്സിറ്റിയോ കോളേജോ ആകാം ഈ പറയുന്ന ഗ്രാന്റ് കൊടുക്കുന്നത്. ഇനി ഒറ്റ കാര്യമുള്ളൂ, the condition to be fulfilled in this case is that the research association, university or college or other institution is so notified at the time of supply of the R&D service. അത് R&D കിട്ടുന്ന സമയത്ത് അവർ നോട്ടിഫൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ എൻട്രി ഈസ് ഫെയർലി ഈസി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസ് അഗെയിൻസ്റ്റ് കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാന്റ് സപ്ലൈഡ് ബൈ ദീസ് 2 entities. അതിൽ ഗവൺമെന്റ് എൻറ്റിറ്റിക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും പറയാനില്ല. അഡീഷണൽ നമുക്ക് പറയാനുള്ളത് ഈ റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ഇൻകം ടാക്സിലുള്ള സ്പെസിഫിക് നോട്ടിഫിക്കേഷൻ R&D സർവീസ് കിട്ടുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ നോട്ടിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്ന ടോപ്പിക്കിലുള്ള ഒരു പുതിയ ക്ലാരിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ മൂലം എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു അഡീഷണൽ കാര്യം ഒന്ന് വ്യക്തമാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു സമ്മറി നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് PDF നേരിട്ട് വായിക്കാം. ഞാൻ എന്താ സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേസുകളുടെയും റോഡുകളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ 2 പ്രൊജക്ട് ഓവർസീ ചെയ്യുന്ന NHA ആയിരിക്കും, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും ഇത് ഓവർസീ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ യൂഷ്വലി നടക്കുക 3 രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3 രീതികളൊന്ന് ബ്രീഫായിട്ട് പരിചയപ്പെടാം. ഇതൊന്നും സർക്കുലറുള്ള വിഷയങ്ങളല്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയാലേ സർക്കുലറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിയണം. ഇതിലെ ഫസ്റ്റ് മെത്തഡാണ് EPC മോഡൽ, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മോഡൽ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ NHAക്ക് റോഡ് പണിത് കൊടുക്കും. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് പേയ്മെന്റ്, അതായത് ഈ റോഡ് പണിയാനായിട്ട് കോൺട്രാക്ടർ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുമല്ലോ, ആ പേയ്മെന്റ് NHA കംപ്ലീറ്റ്ലി കോൺട്രാക്ടർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ പിന്നെ ആ റോഡുമായി ബന്ധപ്പെട്ട ടോൾ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ആ കോൺട്രാക്ടർ ചെയ്യുന്നില്ല. കോൺട്രാക്ടർ പിക്ചറിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ഔട്ട് ആവും. അദ്ദേഹം റോഡ് പണിയുന്നു, റോഡ് പണിത് കൊടുക്കുന്നു, അതിന്റെ പേയ്മെന്റ് ചിലപ്പോൾ അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ കോൺട്രാക്ട് കഴിയുമ്പോൾ തന്നെ കൊടുക്കും. കോൺട്രാക്ട് നടക്കുമ്പോഴോ കൺസ്ട്രക്ഷൻ ഇടയിലോ കഴിയുമ്പോഴോ വാട്ടെവർ ആ പേയ്മെന്റ് കൊടുക്കുന്നു, ആ ഒരു പിക്ചറിൽ നിന്ന് ഔട്ടായി. ആൻഡ് പിന്നീട് ആ റോഡിന്റെ മെയിൻ്റനൻസിലൊന്നും കോൺട്രാക്ടർക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, അതെല്ലാം NHA തന്നെയായിരിക്കും നോക്കുക. ഇതാണ് ഒരു മെത്തേഡ്, EPC മോഡൽ എന്ന് പറയും. ദിസ് ഇസ് അനദർ മോഡൽ, ദിസ് ഇസ് കോൾഡ് BOT മോഡൽ അല്ലെങ്കിൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ.
ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്രൈവറ്റ് പ്ലെയർ ഇൻവെസ്റ്റ് ഓൺ മണി ആൻഡ് ബിൽഡ് ദ റോഡ്. പ്രൈവറ്റ് പ്ലെയർ തന്നെ എന്ത് ചെയ്യും? പൈസ സ്പെൻഡ് ചെയ്ത് റോഡ് പണിയും. ആൻഡ് അപ്പൊ അതിന് പകരം പൈസ അവർക്ക് കിട്ടണ്ടേ? കിട്ടും. പക്ഷെ അത് കൊടുക്കുന്ന NHAI അല്ല. അതെങ്ങനെ അവർ കളക്ട് ചെയ്യുന്നത്? അത് ആ റോഡിൽ അവർ തന്നെ ടോൾ കണക്ട് ചെയ്യും ഓവർ എ പീരീഡ് ഓഫ് ലെറ്റ്സ് സേ 20 years എക്സാമ്പിൾ. ഓക്കെ, അത് കഴിയുമ്പോൾ റോഡ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദിസ് ഇസ് സെക്കൻഡ് മെത്തേഡ്, BOT മോഡൽ. ഇത് രണ്ടും ക്ലാരിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനില്ല. ഇത് രണ്ടും ക്ലാരിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ക്ലാരിഫിക്കേഷനിൽ വരുന്നത് ഈ മൂന്നാമത്തെ മോഡലാണ്. ഇതാണ് ഹൈബ്രിഡ് ആനുറ്റി മോഡൽ. നമ്മൾ ഇപ്പൊ പഠിച്ച ഈ രണ്ട് മോഡലിന്റെയും ഒരു കമ്പൈൻഡ് രീതിയാണ് ഈ ഹൈബ്രിഡ് ആനുറ്റി മോഡൽ. ഇവിടുത്തെ സംഭവിക്കുന്നു നോക്കൂ. അതായത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ കോൺട്രാക്ടർ എത്രയാണോ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 40% കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ കോൺട്രാക്ടർക്ക് കിട്ടും. ഓക്കെ, അപ്പം എത്ര കിട്ടാണ്ട്? 60 കിട്ടാണ്ട്, ബാക്കി 60% അല്ലേ? അതെപ്പോൾ കിട്ടും? ഇൻട്രസ്റ്റിംഗ്ലി അത് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഓവർ എ പീരീഡ് ഓഫ് നെക്സ്റ്റ് 15 to 20 years മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. അതാരാ കൊടുക്കുന്നത് NHAI ആയിരിക്കും. ഓക്കെ, പക്ഷെ അത് 15 to 20 years ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ഒരു ടോൾ കണക്ട് ചെയ്യണോ? വേണ്ട, ടോളൊക്കെ കണക്ട് ചെയ്യുന്ന NHAI ആയിരിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രയും പീരീഡ് വെച്ചിരിക്കുന്നത്? ആ പീരീഡ് ഉണ്ടല്ലോ, ഇപ്പൊ 15-20 years, ആ സമയത്ത് റോഡിന്റെ മെയിൻ്റനൻസ്, റിപ്പയർമെന്റ്സ് നോക്കേണ്ടതും ഈ കോൺട്രാക്ടറാണ്. അപ്പൊ അതാണ് ഈ HA മോഡൽ, ഹൈബ്രിഡ് ആനുറ്റി മോഡൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 മോഡൽ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EPC മോഡലിൽ പണിയുന്നു, കൊടുക്കുന്നു, കോൺട്രാക്ടർ ഔട്ട് ആവുന്നു. രണ്ടാമത്തെ മോഡലിൽ പണിയുന്നു, അതിന്റെ പൈസ ഗവൺമെന്റ് കൊടുക്കൂല, അത് കളക്ട് ചെയ്യാനായിട്ട് ഇവർ എവിടെ ഇരുന്ന് ടോൾ കണക്ട് ചെയ്യണം. മൂന്നാമത്തെ മെത്തേഡിൽ ഹൈബ്രിഡ് ആനുറ്റിയിൽ ഇവർ റോഡ് പണിതു, പണിയാനായിട്ട് ഒരു ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, അതിന്റെ ഒരു 40% കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ അവർക്ക് കിട്ടി. അപ്പൊ ബാക്കി 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനുവൽ പേയ്മെന്റ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് നെക്സ്റ്റ് 15-20 years മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് എന്താ ഇൻഷുർ ചെയ്യാൻ പറ്റുക? റോഡിന്റെ റിപ്പയർമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആണെന്ന് ഇൻഷുർ ചെയ്യാൻ പറ്റും. കാരണം അതൊക്കെ ഇവരെ നോക്കണം. അത് നോക്കിയാൽ ഈ പൈസ കൊടുക്കത്തുള്ളൂ. ഈ 60% കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. ഇനി മാത്രമല്ല, ഈ 60% ഓവർ എ പീരീഡ് ഓഫ് 15 to 20 years എന്ന് പറയുന്ന സമയത്ത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യണ്ടേ? കുഴപ്പമില്ല, ആ ആനുറ്റി പേയ്മെന്റ് കൊടുക്കുമ്പോൾ 60% ആനുറ്റി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഇവർക്ക് ഇൻട്രസ്റ്റും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 3 മോഡൽ ഏകദേശം പിക്ചർ ആയല്ലോ. യെസ്, ഇതില് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ HA മോഡലാണ്. ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രശ്നം. ഇപ്പൊ ടൈം ഓഫ് സപ്ലൈ എന്ന ചാപ്റ്ററിലാണ് ഈ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഇപ്പൊ തൊട്ടുമ്പോ പറഞ്ഞ HA മോഡലിന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെ. ലെറ്റ് സേ ഒരു ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ 1000 കോടി എന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്, NHAI 40% ആദ്യമേ കൊടുക്കും അല്ലെ? അതായത് കൺസ്ട്രക്ഷന്റെ പീരീഡിൽ തന്നെ 40%. അതെന്ന് വെച്ചാൽ ഓരോരോ സ്റ്റേജ് ആയിരിക്കും, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോൺട്രാക്ട് അവർ ആ പേയ്മെന്റ് കൊടുക്കും. ബാക്കി 60%ഓ അത് ഓവർ നെക്സ്റ്റ് 15 years ആണെന്ന് വെച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ 400 crores ആദ്യമേ കിട്ടി, ബാക്കി 600 crores നെക്സ്റ്റ് 15 years അവർക്ക് കിട്ടുള്ളൂ, കോൺട്രാക്ടർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 15 years കൊടുക്കുന്ന 600 crores കൊടുക്കുമ്പോൾ എന്തുകൂടെ കൊടുക്കും? ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കും, അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടം വരും, അതുകൂടെ കൊടുക്കും. നമ്മുടെ പ്രശ്നം ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ആണ്. ഇത്രയും കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാരണം ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്. ശരിയല്ലേ? അതെ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസിന്റെ ഇൻവോയ്സിന്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഇൻവോയ്സ് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂ ഡേറ്റുകൾ കോൺട്രാക്റ്റിൽ നിന്ന് അസർട്ടൈനബിൾ ആണെങ്കിൽ ആ ഡ്യൂ ഡേറ്റ്, അസർട്ടൈനബിൾ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ പേയ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? എന്തെങ്കിലും ഇവന്റുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ഇവന്റ് എപ്പോൾ സംഭവിക്കുന്നു അപ്പോൾ. ഇതൊക്കെ വിശദമായ ചാർട്ടും എക്സാമ്പിളും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് അങ്ങനെ ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും. മിക്കവാറും ഇവിടെ ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇവന്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഡ്യൂ ഡേറ്റ് കിട്ടിയില്ലേ? ഡ്യൂ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ഫോർവേഡ് ചാർജ് ഓഫ് സർവീസ്. അതിന്റെ ടൈം ഓഫ് സപ്ലൈ നമുക്ക് 13(2) വെച്ച് കിട്ടും. ഇഫ് ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് വിത്തിൻ ഡ്യൂ ഡേറ്റ് ഓർ നോട്ട് വിത്തിൻ ഡ്യൂ ഡേറ്റ്, അത് നമുക്ക് ഉപയോഗിക്കാറായാലോ. ഇവിടുത്തെ ക്ലാരിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ട്രീറ്റ് ദിസ് ആസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്. ഇഫ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ഡ്യൂ ഡേറ്റ്, ഇൻവോയ്സ് ഓർ പേയ്മെന്റ് whichever is earlier. If the invoice is not issued within due date, provision of service or payment whichever is earlier. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് നമ്മൾ ഓൾറെഡി പഠിച്ച പ്രൊവിഷനാണ്. ഇവിടുത്തെ ക്ലാരിഫിക്കേഷൻ എത്രയേ ഉള്ളൂ. ട്രീറ്റ് ദിസ് ആസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്. ഒരു കാര്യം കൂടെ ഇവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സബ്സിക്വന്റ്ലി ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ?
അപ്പൊ ആ ഇൻട്രസ്റ്റിൽ GST വരുമോ? വരും. കാരണം എന്താ? അത് 15(2)(d ഓർമ്മയുണ്ടോ? 15(2)(d interest, late fee, etc. due to delay in payment of consideration should be added to value in 15(2)(d പറയുന്നില്ലേ? അതിങ്ങോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ഓഫ് സപ്ലൈയോ? അത് നമ്മൾ 13 പഠിക്കുന്നുണ്ട്, 13(6) പഠിക്കുന്നുണ്ട്. എപ്പോഴാണോ ആ പേയ്മെന്റ് കിട്ടുന്നത് അപ്പോഴാണ് അതിന്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ പഠിക്കുന്നില്ലേ? ഡൺ. ഇതാണ് ഇവിടുത്തെ ക്ലാരിഫിക്കേഷൻ. അപ്പൊ എഗെയിൻ ഞാനിവിടെ 15(2)ഉം 13(2)ഉം ഒന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം അതൊക്കെ ചാപ്റ്റർ ടോപ്പിക് ആണ്. ഇവിടുത്തെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. Treat this as a continuous supply of service and the interest portion can be considered under 15 subsection 2 clause D. Clear? അടുത്തത് നമുക്ക് ITC എന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. ദിസ് ഇസ് എ ന്യൂ സെക്ഷൻ 16 സബ്സെക്ഷൻ 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ആ സെക്ഷൻ എന്താണെന്ന്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ആവശ്യം എന്തായാലും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തായിരുന്നു എക്സിസ്റ്റിംഗ് പ്രശ്നം. ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിരിക്കുമല്ലോ ഈ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടാവാം. പിന്നെ നമുക്ക് നോക്കാം. സി, നമ്മൾ ഓൾറെഡി 16 സബ്സെക്ഷൻ 4 പഠിച്ചതാണ്. ഓക്കെ, 16 സബ്സെക്ഷൻ 4 എന്താണ്? ടൈം ലിമിറ്റ് ഫോർ അവൈലിംഗ് ITC ആണ് സംസാരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് സബ്സിക്വന്റ് ഫിനാൻഷ്യൽ ഇയറിലെ November 30 അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ നമുക്കറിയാം. ക്ലിയർ അല്ലേ? യെസ്. നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ എടുക്കാം. എക്സാമ്പിൾ, ഇപ്പോൾ 2024-25 എന്ന ഫിനാൻഷ്യൽ ഇയർ. ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കൊരു ഇൻവോയ്സ് കിട്ടി. ഓക്കെ, ആ ഇൻവോയ്സ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇൻവോയ്സിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st January 2025 എന്ന് വിചാരിക്കാം. എക്സാമ്പിൾ, ഈ ഇൻവോയ്സിനെ പിന്നീട് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനിപ്പോ ഇൻവോയ്സ് നമ്പർ 10 എന്ന് വിളിക്കാം കേട്ടോ. I10 എനിക്കൊന്ന് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ I10 എന്ന് പറയുന്ന ഇൻവോയ്സിന്റെ ITC എനിക്ക് ക്ലെയിം ചെയ്യാം. ഇത് എനിക്ക് കിട്ടിയ ഇൻവോയ്സ് ആണ്, എനിക്കിത് ക്ലെയിം ചെയ്യാം. അപ്പൊ എനിക്കിത് എപ്പോൾ ക്ലെയിം ചെയ്യാം? എനിക്ക് ആ മാസം തന്നെ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ സബ്സിക്വന്റ് മന്തുകളിലും ക്ലെയിം ചെയ്യാം. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് സബ്സിക്വന്റ് ഫിനാൻഷ്യൽ November 30 ആണ്. ഓക്കെ, അപ്പൊ എനിക്കറിയാം ഇതിന് ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th November 2025 വരെ എനിക്ക് ടൈമുണ്ട് ഈ ഇൻവോയ്സിന്റെ ITC ക്ലെയിം ചെയ്യാൻ. ഇതും നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓർ ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഈസ് ഏർലിയർ. ഫോർ ദ സേക്ക് ഓഫ് ദിസ് എക്സാമ്പിൾ ലെറ്റ് us assume that ആനുവൽ റിട്ടേൺ ഹാസ് നോട്ട് ബീൻ ഫയൽഡ് ടിൽ 30th November. അങ്ങനെയാണെങ്കിൽ 30th November ആണല്ലോ ഡേറ്റ്. ക്ലിയർ? അപ്പൊ അങ്ങനെ എനിക്ക് എന്ത് പറ്റുമെന്ന് അറിയോ? നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ഡേറ്റ് എടുക്കാം. അതായത് let's say 1st October 2025. ഓക്കെ, എന്ത് സംഭവിച്ചു? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡേറ്റ് വരെ ഞാൻ എൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, ആനുവൽ റിട്ടേൺ നോട്ട് ഫയൽ കേട്ടോ. ആനുവൽ റിട്ടേൺ നോട്ട് ഫയൽ. ഓക്കെ, മാത്രമല്ല ഞാൻ ഈ I10 എന്ന് പറഞ്ഞ ഇൻവോയ്സിന്റെ ITC ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ധൃതിയില്ല. ഒക്ടോബർ കഴിഞ്ഞ് November 30 വരെ സമയമുണ്ടല്ലോ, അപ്പൊ ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. സെറ്റ്. അങ്ങനെ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയോ? എഫക്റ്റീവ് ഫ്രം 1st October എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി. രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ് 1st October. ഓക്കെ, ബട്ട് നമുക്കറിയാം, നമ്മൾ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താലും ക്യാൻസൽ ചെയ്യാൻ പല പല കാരണങ്ങളുണ്ടല്ലോ. നമ്മൾ സെക്ഷൻ 29 പഠിക്കുന്നുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് ക്യാൻസൽ ആയി പോയി. പക്ഷെ നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്കത് റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റും സെക്ഷൻ 30 ഉപയോഗിച്ചിട്ട്. പഠിച്ചാണ് നമ്മൾ ഓൾറെഡി. റിവോക്ക് ചെയ്യാം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിവോക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റിവോക്ക്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫയൽ ചെയ്തിട്ട് റിവോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ മുതലുള്ള റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതെപ്പോൾ ഫയൽ ചെയ്യാം? എന്നാണോ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയത് അന്ന് മുതൽ റിവോക്കേഷൻ കിട്ടിയ വരെയുള്ള റിട്ടേൺസ് നമ്മൾ വിത്തിൻ 30 days ഫയൽ ചെയ്യണം എന്നൊരു കോൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്? ഇത് ഓൾറെഡി പഠിച്ചതാട്ടോ. സെക്ഷൻ 30 ആണ്. ഇതൊരു പുതിയ അമെന്റ്മെന്റ് ഒന്നുമല്ല, പഴയ സെക്ഷൻ തന്നെയാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം.
അപ്പൊ അതാണ് ഇപ്പൊ സംഭവം. എന്റെ രജിസ്ട്രേഷൻ 1 ഒക്ടോബറിന് ക്യാൻസൽ ആയി പോയി. പക്ഷെ എനിക്കറിയാം എനിക്ക് ടെൻഷൻ ഒന്നും അല്ലെങ്കിൽ റിവോക്ക് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ റിവോക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്ത് എനിക്ക് റിവോക്കേഷൻ കിട്ടി. എനിക്ക് റിവോക്കേഷൻ കിട്ടിയത് എപ്പോഴാണ് നോക്കൂ. എനിക്ക് റിവോക്ക് ചെയ്ത് കിട്ടി. റിവോക്ക് ചെയ്ത് കിട്ടിയത് 30th ഡിസംബർ 2025 ആണ് റിവോക്ക് ചെയ്ത് കിട്ടിയത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഏകദേശം കത്തിക്കാണും. സി 1 ഒക്ടോബറിന് എന്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്യുന്ന സമയം ഞാൻ ഇതുവരെ I-10 എന്ന ഇൻവോയ്സിന്റെ ITC ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ 16(4) പ്രകാരം അതിന് ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് 30th നവംബറിന് കഴിഞ്ഞു പോയി. ഓക്കെ, എനിക്ക് എന്റെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്ത് കിട്ടുന്നത് 30th ഡിസംബറിനാണ്. അപ്പൊ 30th ഡിസംബറിന് ശേഷം ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാന്ന് വെച്ചോ, പഴയ റിട്ടേൺസ് ഫയൽ ചെയ്യണമല്ലോ. അത് ഫയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന് ITC എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ടൈം ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായോ? യെസ്, ഇതിന്റെ സൊല്യൂഷൻ ആണ് 16 സബ്സെക്ഷൻ 6 പറയുന്നത്. ഓൾറൈറ്റ്, ഇവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നമുക്ക് 30 ഡിസംബറിന് റിവോക്കേഷൻ കിട്ടിയല്ലോ. റിവോക്കേഷൻ കിട്ടിയതിന് ശേഷം, അതായത് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ കിട്ടി. അത് കിട്ടിയതിന് ശേഷം പെൻഡിങ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ അവിടെ തന്നെ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ലേ, വിത്തിൻ 30 ഡേയ്സ് ഉണ്ടല്ലോ, പ്ലസ് 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ എപ്പോൾ വരും? അത് 29th January 2026 വരും. കറക്റ്റ് അല്ലേ? എന്താ ഈ ടൈം ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? പെൻഡിങ് റിട്ടേൺസ് ഫയൽ ടൈം ലിമിറ്റ് ആണ്. ഇതേ ടൈം ലിമിറ്റ് തന്നെ നിങ്ങൾ ITC ക്ലെയിം ചെയ്യാൻ എടുത്തോളൂ. പ്രശ്നം സോൾവ് ആയില്ലേ? അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഒരു റിട്ടേണിൽ ഈ ഇൻവോയ്സിന് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് പ്രൊവിഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലെന്ന് വിചാരിക്കുന്നു. പ്രശ്നം ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത ഡേറ്റിൽ ഞാൻ ഒരു ITC ക്ലെയിം ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു, ഒരു ഇൻവോയ്സിന്റെ. അതിന് ടൈം ലിമിറ്റ് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അത് വെച്ചോണ്ടിരുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പിന്നെ റിവോക്കേഷൻ കിട്ടിയതിന്റെ ഇടയിൽ വെച്ചിട്ട് ITC ക്ലെയിം ചെയ്യാൻ ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾക്ക് വീണ്ടും ITC ക്ലെയിം ചെയ്യാനുള്ള അനുവാദം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. സെറ്റല്ലേ? ഇതിലൂടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, 1 ഒക്ടോബർ 2025 ആയപ്പോഴത്തേക്കും എൻ്റെ ആനുവൽ റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അത് ഓൾറെഡി നിങ്ങൾ ഫയൽ ചെയ്ത് പോയി എന്ന് വിചാരിച്ചോ. അതായത് ലെറ്റ് സേ നിങ്ങളൊരു 31st ജൂലൈ ഒക്കെ ആയപ്പോൾ തന്നെ നിങ്ങൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തു. ഓക്കെ, പക്ഷേ ഈ ITC എടുക്കാൻ മറന്നുപോയി കേട്ടോ, I-10 എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1 ഒക്ടോബർ രജിസ്ട്രേഷൻ ക്യാൻസലായി. പിന്നീട് 30th ഡിസംബർ റിവോക്കേഷൻ കിട്ടി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, കുഴപ്പമില്ല, ഈ പണ്ടത്തെ I-10 എന്നുള്ള ഇൻവോയ്സ് മറന്നത് വിഷമിക്കണ്ട, എനിക്ക് 29th January വരെ സമയം ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞു വരുന്നത് അത് പറ്റൂല. കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന ഡേറ്റ് ഇല്ലേ, അതായത് 1 ഒക്ടോബർ, ആ ദിവസം ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടാവരുത്. കത്തിയോ? അതായത് ഞാൻ 31st ജൂലൈക്ക് എൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ITC ക്ലെയിം ചെയ്യുന്ന ടൈം ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയില്ലേ? അപ്പൊ അത് ഓൾറെഡി കഴിഞ്ഞു. അതായത് 16 ടൈം ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫ് കോഴ്സ് പിന്നീട് നിങ്ങൾക്ക് റിവോക്കേഷൻ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല, ഈ പഴയ ഇൻവോയ്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഈ പ്രൊവിഷൻ 16 സബ്സെക്ഷൻ 6. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നോട്ട് ചെയ്തെടുക്കാം. ഓഫ് കോഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്ത് എക്സാമ്പിൾ നോട്ട് ചെയ്തെടുക്കാം. ഓൾറൈറ്റ്, ഇനി ഓൾറെഡി PDF ഞാൻ നോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്തത് നമ്മൾ ITC എന്ന ചാപ്റ്ററിലെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. ഇതും 16 സബ്സെക്ഷൻ 4മായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ആണ്. എന്താണ് 16 സബ്സെക്ഷൻ 4? 16 സബ്സെക്ഷൻ 4 ഇസ് ബേസിക്കലി ടൈം ലിമിറ്റ് ഫോർ അവൈലിംഗ് ITC. അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ആണ്. എന്താ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമുക്ക് റിവേഴ്സ് ചാർജ് ട്രാൻസാക്ഷനിൽ ഇഫ് ദ സപ്ലയർ ഈസ് അൺരജിസ്റ്റേർഡ് ആൻഡ് റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് സെൽഫ് ഇൻവോയ്സിങ് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. അത് മാത്രമല്ല, ആ സെൽഫ് ഇൻവോയ്സിന്റെ ബേസിൽ ITC ക്ലെയിം ചെയ്യാനും ഈ റെസിപ്പിയന്റിന് പറ്റും. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്താണ്? അവർ പറഞ്ഞു വളരെ ഈസിയാണ്. ഇവിടെ ഒരു സെൽഫ് ഇൻവോയ്സിങ് ചെയ്തിട്ടില്ലേ? ഉണ്ട്.
ആ സെൽഫ് ഇൻവോയ്സിങ് ചെയ്തിരിക്കുന്നത് ഏത് ഡേറ്റിലാണ് നോക്കാം, ആ ഡേറ്റ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നോക്കാം, കിട്ടി. ആ ഫിനാൻഷ്യൽ ലോക്ക് ചെയ്യാം. സബ്സിക്വന്റ് ഫിനാൻഷ്യൽ November 30 ഓർ ആനുവൽ റിട്ടേൺ ഫോർ ദ കറസ്പോണ്ടിങ് ഫിനാൻഷ്യൽ ഇയർ വിച്ച് എവർ ഇസ് ഏർലിയർ. അതായത് 16 സബ്സിക്വന്റ് 4 യാതൊരു മാറ്റവും ഇല്ല, ടൈം ലിമിറ്റ് ഒക്കെ പക്ക സെയിം ആണ്. അപ്പൊ ആ ടൈം ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻവോയ്സ് ഡേറ്റ് വേണ്ടേ, ആ ഇൻവോയ്സ് ഡേറ്റ് ഏതാണ്, എപ്പോഴാണോ സെൽഫ് ഇൻവോയ്സിങ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് തന്നെ എടുത്തോളാനാണ് ക്ലാരിഫിക്കേഷൻ പറയുന്നത്. ഫെയർലി ഈസി അല്ലേ? Okay, fine. In case of supplies received from an unregistered supplier, where tax has to be paid by the recipient under reverse charge mechanism, where invoice is to be issued by the recipient of the supplies, that's self-invoicing. The relevant financial year for the calculation of time limit for availment of ITC under the provisions of section 16(4) of the CGST Act will be the financial year in which the invoice has been issued by the recipient under self-invoice. That's all. Of course, subject to payment of tax. ആ പ്രൊവിഷനൊക്കെ അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ ജസ്റ്റ് ആ ഇൻവോയ്സ് ഡേറ്റ് നിങ്ങൾ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു അമെന്റ്മെന്റും കൂടെ ഉണ്ട്, വേറൊരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അതിപ്പോ നോട്ടിഫൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഓൾറൈറ്റ്. ഇനി ഇവിടെ ITCയിൽ തന്നെ അടുത്തൊരു ക്ലാരിഫിക്കേഷൻ റിലേറ്റഡ് ടു ഡെമോ വെഹിക്കിൾസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ കാറുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഡെമോ കാർ ഉണ്ടാവില്ല നമുക്ക് ഓടിച്ചു നോക്കാനായിട്ട്. അപ്പോ ഈ കാറ് ട്രേഡ് ചെയ്യുന്ന ട്രേഡർക്ക് അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഡെമോ കാറിന്റെ ITC കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ പൊതുവെ ITC ബ്ലോക്ക്ഡ് ആണ്. സീറ്റിംഗ് കപ്പാസിറ്റി അപ് ടു 13 ആണെങ്കിൽ ബ്ലോക്ക്ഡ് ആണ്. അത് അവൈലബിൾ ആകുന്ന 3 സിറ്റുവേഷനാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒന്ന് ഫെർദർ സപ്ലൈ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്ക്, പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക്. ഇവർക്ക് 3 പേർക്കാണ് ആകെ ITC കിട്ടുക, മോട്ടോർ വെഹിക്കിളിന്റെ ITC കിട്ടുക. അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡെമോ വെഹിക്കിൾ വാങ്ങുന്ന സമയത്ത് ആര് വാങ്ങുന്ന സമയത്ത് ട്രേഡർ. ഇപ്പൊ ഈ പോപ്പുലർ എന്നൊക്കെ പറയുന്ന പോപ്പുലർ വെഹിക്കിൾസ് അല്ലെങ്കിൽ നിപ്പോൺ ടൊയോട്ട എന്നൊക്കെ പറഞ്ഞ ട്രേഡേഴ്സ് ഇല്ലേ, അപ്പൊ അവര് ഒരു കാറ് വാങ്ങിയിട്ട് അത് ഡെമോ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ കാറിന്റെ ITC അവർക്ക് കിട്ടുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അത് അവർ ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തു, കിട്ടും. ദിസ് കാർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് യൂസ്ഡ് ഫോർ ഫർദർ സപ്ലൈ. ഈ ഡെമോ കാർ നമ്മൾ അങ്ങനെ അപ്പുറത്ത് വിൽക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷേ ഈ ഡെമോ കാർ ഉപയോഗിച്ചാണല്ലോ ഇതുപോലത്തെ ബാക്കിയുള്ള വണ്ടികളുടെ ഫർദർ സപ്ലൈ നടത്തുന്നത്. So this vehicle can be deemed to be used for further supply of such motor vehicles. Therefore, ITC can be claimed. ഇതാണ് വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ. Demo vehicles are used by authorized dealers to provide trial run and to demonstrate features of the vehicle to potential buyers. It helps the potential buyers to make a decision to purchase the vehicle. Therefore, as demo vehicles promote sale of similar type of motor vehicles, they can be considered to be used by the dealer for making further supply of such motor vehicle. Accordingly, ITC in respect of demo vehicles is not blocked. It is allowed. Clear? അടുത്തത് രജിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിലെ അമെന്റ്മെന്റുകൾ നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും രജിസ്ട്രേഷനിൽ സെക്ഷൻ 24 എന്തായിരുന്നു? കമ്പൽസറി രജിസ്ട്രേഷൻ അല്ലെ. 23 persons not liable for registration. ഇപ്പൊ 24 നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ്. ഇപ്പോ ഇഫ് ദർ ഇസ് എ സപ്ലയർ, ഓക്കെ, ആ സപ്ലയർ ആൻഡ് ദർ ഇസ് എ റെസിപ്പിയന്റ്, സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ്, ആൻഡ് ഇവിടെ നടക്കുന്ന സപ്ലൈസ് അണ്ടർ റിവേഴ്സ് ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ റെസിപ്പിയന്റ് ആണ് ഇവിടെ ടാക്സ് അടക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനൊപ്പം തന്നെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഈ സപ്ലയർ ഇയാൾക്ക് എക്സ്ക്ലൂസീവ്ലി ഈ RCM സപ്ലൈ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യവുമില്ല. നോട്ട് റിക്വയർഡ്. അപ്പോൾ റെസിപ്പിയന്റ് കമ്പൽസറി ആയിട്ട് എടുക്കണം, എന്നാൽ സപ്ലയർ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. എപ്പോ എക്സ്ക്ലൂസീവ്ലി അയാൾക്ക് RCM ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ടാക്സ് എല്ലാം അടക്കുന്നത് റെസിപ്പിയന്റ് അല്ലേ, പിന്നെ സപ്ലയർ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷൻ. ഓക്കെ, എന്താണ് ഇവിടുത്തെ ചേഞ്ച്? ഇവിടെ ചേഞ്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജ് ഓഫ് ഗുഡ്സ്, നമ്മൾ CA ഇന്റർ ലെവലിൽ അനലൈസ് ചെയ്യാത്തൊരു കാര്യമാണ് റിവേഴ്സ് ചാർജ് ഓഫ് ഗുഡ്സ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, മെറ്റൽ സ്ക്രാപ്പ് ഉണ്ടല്ലോ. എന്താണ് മെറ്റൽ സ്ക്രാപ്പ്? മെറ്റൽ വേസ്റ്റ്, മെറ്റൽ സ്ക്രാപ്പ്. ഓക്കെ, ഈ മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് കിലോയ്ക്ക് എടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഫൈൻ, വെയിറ്റ് നോക്കിയിട്ട്. അപ്പൊ ആ വിൽക്കുന്ന ഒരു സപ്ലയർ ഉണ്ട്, ഒരു റെസിപ്പിയന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സപ്ലയർ
ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണും റെസിപ്പിയൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സ് ചാർജ് ട്രിഗർ ചെയ്യും. ഇത് നമ്മൾ CA ഇന്ററിൽ പഠിക്കുന്നില്ല. ദ റീസൺ ഫോർ ദാറ്റ് ഈസ് RCM ഓഫ് ഗുഡ്സ് നമുക്ക് ഇന്ററിന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ RCM ഓഫ് സർവീസ് മാത്രമല്ലേ പഠിക്കുന്നത്. ഗുഡ്സ് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്ന് ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നല്ല, നമ്മൾ ഇൻഡെപ്ത് അനലൈസ് ചെയ്യുന്നില്ല. അപ്പോ ഇത് RCMൽ നോട്ടിഫൈ ചെയ്തൊരു സപ്ലൈ ആണ്. എന്താണ് സപ്ലൈ? മെറ്റൽ സ്ക്രാപ്പ്. ആരാണ് സപ്ലയർ? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ആരാണ് റെസിപ്പിയൻ? രജിസ്റ്റേർഡ് പേഴ്സൺ. തെറ്റല്ലേ? ഇത് RCM എന്ന് നമുക്ക് മനസ്സിലായി. അതിനർത്ഥം ഈ പറയുന്ന റെസിപ്പിയൻ ആണ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കേണ്ടത്. സെറ്റ്. അപ്പൊ നിങ്ങൾ ഈ സപ്ലയർ നോക്കിയേ. ഈ സപ്ലയർ ഈ മെറ്റൽ സ്ക്രാപ്പ് വിറ്റ് ഇവരുടെ ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോയിന്ന് വെച്ചോ, രജിസ്ട്രേഷൻ എടുക്കണമെന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇപ്പൊ പഠിച്ചു വെച്ച പ്രൊവിഷൻ വെച്ച് നമ്മൾ എന്ത് പറയും? എടുക്കണ്ട. കാരണം എക്സ്ക്ലൂസീവ്ലി RCM ട്രാൻസാക്ഷൻ മാത്രമാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണ്ടെന്നാണല്ലോ പ്രൊവിഷൻ. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി RCM ട്രാൻസാക്ഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണ്ട, കറക്റ്റാ. പക്ഷെ ആ പറഞ്ഞ കഥ മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ആപ്ലിക്കബിൾ അല്ല. മനസ്സിലായോ? അതിനർത്ഥം മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി, ഞാനിപ്പോൾ അൺരജിസ്റ്റേർഡ് സപ്ലൈ ആണ്, മെറ്റൽ സ്ക്രാപ്പ് ആണ് സപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വെച്ചോ, ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ആണ്, ടാക്സ് അടക്കേണ്ടത് നിങ്ങളാണല്ലോ. അതെ, അപ്പൊ നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, നിങ്ങൾ ടാക്സ് അടച്ചോളൂ. അപ്പോൾ എന്റെ ടേൺ ഓവർ കൂടി ത്രഷോൾഡ് ലിമിറ്റിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ വെച്ച് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്ന അമെന്റ്മെന്റ് പറയുന്നു മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കണം. ഇപ്പൊ എടുത്തു കഴിയുമ്പോൾ എന്താ പറ്റിയെന്നറിയോ? എ രജിസ്റ്റേർഡ് പേഴ്സൺ വിൽ ബി പ്രൊവൈഡിംഗ് ടു അനദർ രജിസ്റ്റേർഡ് പേഴ്സൺ. RCM നിൽക്കും, പിന്നെ ഫോർവേഡ് ചാർജ് ആവും. പോയിന്റ് കിട്ടിയോ? അതൊരു അഡ്വാൻസ് ടോപ്പിക്, ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞതേ. ഇവിടെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കാം, സപ്ലയർ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് ത്രഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ. വായിച്ചു നോക്കൂ ഈ പോയിന്റ് ഒന്ന്. Persons who are only engaged in making supplies of taxable goods or service or both, the total tax on which is liable to be paid on reverse charge basis by the recipient of such goods have been exempted from obtaining registration. Okay. However, although the tax on supply of metal scrap is payable by the recipient under reverse charge mechanism, above exemption for registration is not available in the said case. Perfect. Okay. അടുത്തത് സെക്ഷൻ 29ലേക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്, അഥവാ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് കറസ്പോണ്ടിങ് റൂൾസ്. അതിൽ വന്നിട്ടൊരു ചേഞ്ച് ആണ്, അമെന്റ്മെന്റ്. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സെക്ഷൻ 29ൽ ദർ ആർ ലോട്ട് ഓഫ് റീസൺസ് ബൈ വിച്ച് ദ ഡിപ്പാർട്ട്മെന്റ് മൈറ്റ് ക്യാൻസൽ അവർ രജിസ്ട്രേഷൻ. അല്ല, അവിടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്യും. ആ കാരണങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ കാരണമാണിത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റിവോക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ 30. ഒരാളുടെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ രജിസ്ട്രേഷൻ എന്നാണോ എഫക്റ്റീവ്ലി ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അത് മുതൽ റിവോക്കേഷൻ കിട്ടിയ വരെയുള്ള രജിസ്ട്രേഷൻ, റിവോക്കേഷൻ കിട്ടിയ വരെയുള്ള റിട്ടേൺസ്, ഓക്കെ, വിത്തിൻ 30 days അയാൾ ഫയൽ ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ സെക്ഷൻ 16 അമെന്റ്മെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ സംസാരിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരാളുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു, അയാൾ പിന്നീട് റിവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ മുതൽ റിവോക്കേഷൻ കിട്ടിയ വരെയുള്ള റിട്ടേൺസ് അയാൾ വിത്തിൻ 30 days ആണ് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. അത് ഫയൽ ചെയ്യുന്നില്ലെങ്കിലോ തന്ന രജിസ്ട്രേഷൻ ഗവൺമെന്റ് വീണ്ടും ക്യാൻസൽ ചെയ്യും. If a taxpayer fails to file the pending GST returns within 30 days from the date of revocation of cancelled registration, as required under section under Rule 23, it will be considered a violation and can lead to cancellation of registration again. Clear? അടുത്ത നമുക്ക് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് നോക്കാം. ഒരു ചെറിയൊരു ചേഞ്ച് ശ്രദ്ധിച്ചിരിക്കാം. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. ഉദാഹരണം, ഫോർ ദി മന്ത് ഓഫ് ജൂൺ ഒരാളുടെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 rupees എന്ന് വിചാരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് 30,000 ITC ഉണ്ട്. പിന്നെ എഫക്റ്റീവ്ലി നെറ്റ് ക്യാഷ് അടക്കേണ്ടത് എത്രയാണ്? 50,000 rupees ആണ് ക്യാഷ് അടക്കേണ്ടത്. കറക്റ്റ്. നമുക്കറിയാം, ജൂൺ മാസത്തെ റിട്ടേൺ എന്ന ഫയൽ ചെയ്യേണ്ടത്, ടാക്സ് എന്ന് അടക്കേണ്ടത് 20th ജൂലൈ, നെക്സ്റ്റ് മന്ത് 20th അല്ലെ, സബ്സിക്വന്റ് ടാക്സ് പീരീഡ്, ടാക്സ് പീരീഡ് കഴിഞ്ഞ് വരുന്ന മാസം 20th തീയതിയാണല്ലോ 3B ഫയൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ QRMP ഒന്നും അല്ല, നോർമൽ കേസ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 20th ജൂലൈക്കകം
GSTR 3B ഫയൽ ചെയ്യണം, അതിനകത്ത് ഈ പറയുന്ന ടാക്സ് അടയ്ക്കുകയും വേണം. ഓക്കെ, പക്ഷെ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ 20th ജൂലൈയിൽ അടക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഓക്കെ, പറ്റിയില്ല. ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് 25th ജൂലൈ എന്ന് വിചാരിച്ചു, വിച്ച് മീൻസ് 5 days ഡിലേ ഉണ്ട്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ആ 5 days ഡിലേ വരുന്ന സമയത്ത് ഇദ്ദേഹം ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് അടക്കണം. ചോദ്യം, എത്ര രൂപയ്ക്ക് ഇൻട്രസ്റ്റ് അടക്കണം? 80,000 റുപ്പീസിനാണോ 50,000 റുപ്പീസിനാണോ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷനാണ്. നെറ്റ് എമൗണ്ടിലാണ് അടക്കേണ്ടത്. ഗ്രോസിൽ അടക്കേണ്ട കേസ് വരാം, അത് ഡിഫറെന്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു. നമുക്കറിയാം യൂഷ്വൽ കേസ്, ഈ കേസ് ആണെന്നാണ് നെറ്റ് എമൗണ്ട് 50,000 ആണ് അടക്കേണ്ടത്, അല്ലേ? ഫൈൻ. അപ്പോൾ 5 days ഇൻട്രസ്റ്റ് വരും, ₹50,000. അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ എത്ര GST ആണോ അടയ്ക്കുന്നത് ആ എമൗണ്ടിനാണ് എന്ത് വരിക? ഇൻട്രസ്റ്റ് വരിക. ഇതുവരെ ഞാൻ ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് അടുത്ത ചേഞ്ച്? ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ, ഈ ടാക്സ് പെയർ ഉണ്ടല്ലോ, 20th ജൂലൈ ആയിരുന്നല്ലോ ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഇദ്ദേഹം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കുറച്ച് എമൗണ്ട് ഇട്ട് വെച്ചായിരുന്നു. അതായത് പിന്നീട് ടാക്സ് അടയ്ക്കാൻ ഉപകാരപ്പെടുമെന്ന് വെച്ചിട്ട് അയാൾ കുറച്ച് എമൗണ്ട് ഇട്ട് വെച്ചിരുന്നു. ആ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലെറ്റ് സേ ഒരു 30,000 റുപ്പീസ് ആണെന്ന് വെച്ചോ. 30,000 ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഓൾ റൈറ്റ്. ഇനി പിന്നീട് 25th ജൂലൈ ആകുമ്പോൾ അയാൾ അടയ്ക്കുന്നുള്ളൂ. അപ്പൊ 20,000 ഇട്ടാൽ മതിയല്ലോ, ബാക്കി 30 ഓൾറെഡി ഉണ്ടല്ലോ. ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് മുതൽ ആക്ച്വലി അടയ്ക്കുന്ന ഡേറ്റ് വരെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഉണ്ട് 30,000 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 30,000 കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് അടക്കേണ്ട ആവശ്യമില്ല. അതായത് നെറ്റ് 50 ആണല്ലോ അടയ്ക്കാനുള്ളത്. 50ൽ നിന്ന് 30 ഓൾറെഡി നമ്മൾ ക്യാഷ് ലെഡ്ജറിൽ ഇട്ട് വെച്ചിരുന്നു. ആ 30,000 മാറ്റി ബാക്കി 20,000 റുപ്പീസിന് മാത്രമേ ഇൻട്രസ്റ്റ് അടക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ദിസ് എമൗണ്ട് ഷുഡ് റിമെയിൻ ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഫ്രം ഡ്യൂ ഡേറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അതിനടക്കത്ത് ഉപയോഗിച്ചൊരിക്കലും പോകരുത്. അതുവരെ ആ ലെഡ്ജറിൽ ഈ എമൗണ്ട് വേണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ. ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഡിക്ലെയർസ് സപ്ലൈ ഫോർ എ ടാക്സ് പീരിയഡ് ഇൻ ദ റിട്ടേൺ ആൻഡ് ദ സെഡ് റിട്ടേൺ ഈസ് ഫയൽ ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ then interest is levied on the tax amount paid through electronic cash ledger. ഇത് amendment അല്ല, existing provision ആണ്. Now, if an amount is credited in the electronic cash ledger under section 49(1) on or before the due date, but is debited later while filing the return, such amount shall not attract interest, provided it remains in the ledger from the due date until the date of debit. അതായത് ആ 3B ഫയൽ ചെയ്ത് ഡെബിറ്റ് ആവുന്നത് വരെ അത് ലെഡ്ജറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ഇൻട്രസ്റ്റ് വരില്ല. ക്ലിയർ ആണല്ലോ? ഇതാണ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്. അടുത്തത് നമുക്ക് ഈ TDS ആൻഡ് TCS, ഓക്കെ, ഈ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ 2 അമെന്റ്മെന്റും TDSുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ TDS പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ചാർട്ടൊക്കെ വരച്ച് പഠിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് എപ്പോഴാണ് TDS അപ്ലിക്കബിൾ ആവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ നമുക്കറിയാം 2.5 lakhsന് മേലെ കോൺട്രാക്ട് വാല്യൂ ഉള്ള നോട്ടിഫൈഡ് റെസിപ്പിയൻസ് ആണെങ്കിൽ മാത്രമേ TDS വരുള്ളൂ. ശരിയല്ലേ? അതെ. ആ നോട്ടിഫൈഡ് റെസിപ്പിയൻസിലേക്ക് ഒരാൾ കൂടെ ആഡ് ആയിട്ടുണ്ട്. ആരാണ്? എനി രജിസ്റ്റേർഡ് പേഴ്സൺ റിസീവിംഗ് സപ്ലൈസ് ഓഫ് മെറ്റൽ സ്ക്രാപ്പ് ഫ്രം അതർ രജിസ്റ്റേർഡ് പേഴ്സൺ. സിമ്പിൾ പോയിന്റ് ആണ്. അതായത് there is a registered person, he is supplying something to another registered person. The fact is ഈ സപ്ലൈ ചെയ്യുന്ന സാധനം എന്താണ്? ഇത് മെറ്റൽ സ്ക്രാപ്പ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് TDS പിടിക്കണം. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, ഇതിനു മുമ്പ് ഈ നോട്ടിഫൈഡ് പേഴ്സൺസിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. കംപ്ലീറ്റ്ലി വേറെ എൻറ്റിറ്റി ആയിട്ട് ഇവിടെ വരുന്നത് ഈ പറഞ്ഞ മെറ്റൽ സ്ക്രാപ്പിന്റെ കേസാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സണ് മെറ്റൽ സ്ക്രാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് RCM ആണെന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ്? യെസ്. അപ്പൊ രജിസ്റ്റേർഡ് ആയിട്ട് റെസിപ്പിയന്റ് ആയിരിക്കും ടാക്സ് അടക്കേണ്ടതിന് വരാം. ഇനി നോർമലി 100% RCM ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുന്ന ഒരാൾക്ക് രജിസ്ട്രേഷൻ ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു എക്സെപ്ഷൻ ആണിത്. ഈ അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോകുമ്പോൾ അയാൾ എടുക്കണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി RCM അവിടെ കട്ടാവും, പിന്നെ ഫോർവേഡ് ചാർജ് ആവും. പക്ഷെ അപ്പം എന്തൊരു അറിയോ, റെജ് ടു റെജ് ആയില്ലേ, രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡിംഗ് ഗുഡ്സ് ആണ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവുമല്ലോ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രിഗർ ചെയ്യും. റെസിപ്പിയന്റ് സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ TDS പിടിച്ചു വേണം കൊടുക്കാൻ.
ക്ലിയർ? ഓൾറൈറ്റ്, അതാണ് ഇവിടുത്തെ ഫസ്റ്റ് അമെൻമെന്റ്. ബേസിക്കലി ആ നോട്ടിഫൈഡ് റെസിപ്പിയൻസ് ആരൊക്കെയാണെന്നത് ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത അമെൻമെന്റും ടി ഡി എസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈസിയാണ്, ശ്രദ്ധിക്കാം. നമ്മൾ കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് നോട്ട് ലയബിൾ ടു ഡിഡക്ട് ടി ഡി എസിന്റെ ടോപ്പിക് ഉണ്ട്. അതായത് ടി ഡി എസ് പിടിക്കേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന്. അത് ആരൊക്കെയായിരുന്നു? ആ നോട്ടിഫൈഡ് പേഴ്സൺസിന് ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ടി ഡി എസ് വേണ്ട നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്ന് നമ്മൾ എക്സാമ്പിൾ ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞു. എസ് ബി ഐ ബി എസ് എല്ലിന് സർവീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബി എസ് എൽ എസ് ബി ഐക്ക് സർവീസ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ നോട്ടിഫൈഡ് പേഴ്സൺസ് തന്നെ ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ദം ടി ഡി എസ് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ? ആ, അതർ ദാൻ നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റൽ സ്ക്രാപ്പുകാരൻ. ഓക്കെ, അതായത് ഇപ്പോ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഈ സപ്ലൈ രജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, അയാളും മെറ്റൽ സ്ക്രാപ്പ് ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ മെറ്റൽ സ്ക്രാപ്പ് ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫൈഡ് പേഴ്സന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുമ്പോൾ ടി ഡി എസ് അപ്ലിക്കബിൾ അല്ലാന്ന് വരില്ലേ? അപ്പോൾ ഈ പ്രൊവിഷൻ സ്വയം ഇല്ലാണ്ടായി പോകും. ആദ്യം പറഞ്ഞു ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് മെറ്റൽ സ്ക്രാപ്പ് വാങ്ങുന്ന മറ്റു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തായാലും ടി ഡി എസ് ഗവൺമെന്റിലേക്ക് അടക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ എന്താ പറയുന്നത്, ഈ നോട്ടിഫൈഡ് പേഴ്സൺ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ടി ഡി എസ് വരില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നോട്ടിഫൈഡ് പേഴ്സൺസിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുമ്പോൾ ടി ഡി എസ് വരില്ല, അതർ ദാൻ മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ എന്നാണ്. നോക്കൂ, പ്രശ്നം വായിച്ചു നോക്കിയേ. എപ്പോഴാണ് ടി ഡി എസ് അപ്ലിക്കബിൾ ആവാത്തത്? when supply of goods or service takes place between one person to another notified under 51(1) other than the person referred in clause D. അത് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. in registered person receiving supplies of metal scrap. ക്ലിയർ? അപ്പൊ ഇത് രണ്ടും മെറ്റൽ സ്ക്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ് തന്നെയാണ് ടി ഡി എസിൽ അമെന്റ്മെന്റ്സ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ഇതിന്റെ ആർ സി എം പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് മനസ്സിലായാലും ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത അമെന്റ്മെന്റ് ഈ ചാപ്റ്ററിൽ, അത് ആക്ച്വലി ടി സി എസ് ബന്ധപ്പെട്ടതാണ്, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ആണ്. നമ്മൾ ടി സി എസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ പിക്ചറിൽ വരുമ്പോൾ ആണ് ടി സി എസ് അപ്ലിക്കബിൾ ആവും. അതിന്റെ ഡീറ്റെയിൽ ചാർട്ടൊക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. നേരെ അമെന്റ്മെന്റിലേക്ക് കടക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. ടി സി എസിന്റെ റേറ്റ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് എഫക്റ്റീവ് റേറ്റ് 1%, സി ജി എസ് ടി 0.5, എസ് ജി എസ് ടി 0.5 എന്നാണ്. കറക്റ്റ് അല്ലേ? യെസ്. എന്നാൽ ആ റേറ്റ് ഗവൺമെന്റ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ എഫക്റ്റീവ് റേറ്റ് ശ്രദ്ധിക്കുക, 0.5% ആണ്. അതായത് സി ജി എസ് ടി 0.25, എസ് ജി എസ് ടി 0.25, അല്ലെങ്കിൽ ഐ ജി എസ് ടി നേരെ 0.5. ഇപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ആണ്, നോട്ട് ചെയ്യാം. ഓക്കെ, ഈ 3 അമെന്റ്മെന്റ്സ് ആണ് ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ടുള്ളത്. അടുത്ത് നമുക്ക് റിട്ടേൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അമെന്റ്മെന്റ് നോക്കാം. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഒറ്റ പോയിന്റ് ആണ്, ജി എസ് ടി ആർ 1A. നമ്മൾ ജി എസ് ടി ആർ 1 എന്ന് കേട്ടിട്ടുണ്ട്, 2A 2B കേട്ടിട്ടുണ്ട്, 3B ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ജി എസ് ടി ആർ 1A ഒരു അമെന്റ്മെന്റ് ആണ്, ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതായത് ലേറ്റസ്റ്റ് മേ എക്സാമിന്റെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൽ പലയിടങ്ങളിലായിട്ട് ജി എസ് ടി ആർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഐ ടി സി ബന്ധപ്പെട്ട ടോപ്പിക്കിലാണെങ്കിലും ഇ വേ ബിലുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ ജി എസ് ടി ആർ 1 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് പലയിടത്തായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ എവിടെയൊക്കെ ജി എസ് ടി ആർ 1 എന്ന് കാണുന്നോ അവിടെ എല്ലാം ആക്ച്വലി ജി എസ് ടി ആർ 1A എന്ന് പ്രത്യേകം ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും എടുത്തെടുത്ത് പറയാനായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും ഇതൊരു അമെന്റ്മെന്റ് ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പകരം ഞാൻ ജി എസ് ടി ആർ 1A എന്താന്ന് ഇപ്പൊ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് മനസ്സിലായതിനു ശേഷം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവിടെയൊക്കെ ജി എസ് ടി ആർ 1 എന്ന് നമ്മൾ സംസാരിക്കുന്നു അവിടെയൊക്കെ 1A ആപ്ലിക്കബിലിറ്റിയും വരാം. സോ ഫോർ ദാറ്റ് ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ജി എസ് ടി ആർ 1A. വളരെ ഈസിയാണ്. നമ്മളൊരു ജി എസ് ടി ആർ 1 ഫയൽ ചെയ്തതിനു ശേഷമാണ് 3B ഫയൽ ചെയ്യാം അല്ലെ? അപ്പൊ 1ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഔട്ട്പുട്ട് സപ്ലൈ എല്ലാം കാണിക്കുന്നു, എന്നാൽ ടാക്സ് അടക്കുന്നത് 3Bയിലൂടെയാണ്. ഇനി ഈ 1ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലോ? മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി 3Bനെ എഫക്ട് ചെയ്യും. 1ൽ ഇപ്പോൾ ഒരു ഇൻവോയ്സ് മിസ്സായി പോയി, അല്ലെങ്കിൽ ഇൻവോയ്സ് എക്സ്ട്രാ വന്നു, വാട്ട് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 3Bനെ എഫക്ട് ചെയ്യും. പിന്നീട് ഈ 1 തിരുത്തണം എന്നുണ്ടെങ്കിൽ യൂഷ്വൽ മെത്തേഡ് എന്താ? സബ്സിക്വന്റ് ജി എസ് ടി ആർ 1കളിൽ എവിടെ നമുക്ക് അമെന്റ്മെന്റ് ടേബിൾ ഉപയോഗിക്കാം. ഇതാണുള്ള കോൺസെപ്റ്റ് ഉള്ളത്. എന്നാൽ ഈ ജി എസ് ടി ആർ 1A എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ മന്തിലെ ജി എസ് ടി ആർ 1ൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താം 3Bക്ക് മുന്നേ. അതാണ് ജി എസ് ടി ആർ 1യുടെ കോൺസെപ്റ്റ്. നമുക്കൊന്ന് വായിച്ച് കോൺസെപ്റ്റ് അനലൈസ് ചെയ്യാം. ശ്രദ്ധിക്കാം. സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ജി എസ് ടി ആർ 1A. ജി എസ് ടി ആർ 1A ഈസ് ആൻ ഓപ്ഷണൽ ഫെസിലിറ്റി, നിർബന്ധമില്ല, കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ട, ദാറ്റ് അലൗ ദ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് to amend or update the details of outward supplies
furnished GSTR 1 before filing of GSTR 3B. അപ്പോൾ 1 ഫയൽ ചെയ്യുന്ന ഡേറ്റ് മുതൽ 3B ഫയൽ ചെയ്ത ഡേറ്റ് വരെ അതിനിടയിലാണ് ഈ GSTR 1യുടെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവുന്നത്. It helps to rectify missing invoices, incorrect entries, or tax liability adjustments upward, downward രണ്ടും ചെയ്യാം for the current tax period. If a taxpayer after submitting GSTR 1 realizes that an amendment is needed, okay, GSTR 1A allows such corrections before filing of 3B. Clear ആണ്? It ensures that the recipient's ITC remains correct and that the taxpayer's liability is properly reflected in 3B. റെസിപ്പിന്റെ ITC കറക്റ്റ് ചെയ്യാന്ന് പറയാൻ കാരണം എന്താ? സപ്ലയർ GSTR 1 ഫയൽ ചെയ്താലേ റെസിപ്പിന്റെ 2A 2B അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനും സമ്മതിക്കും, സഹായകമാകും. അതുപോലെ തന്നെ ഈ മാസത്തെ 3B ഫയൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ടാക്സ് അടക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി any amendment in GSTR 1A directly affects GSTR 3B, of course. The recipient's GSTR 2B reflects these amendments in the next tax period. അതൊന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണം, നമ്മളിപ്പോൾ ജാനുവരി മാസത്തെ GSTR 1 ഫയൽ ചെയ്തു. അപ്പൊ ജാനുവരി മാസം GSTR 1 ഫയൽ നമുക്കറിയാലോ, അതിനർത്ഥം ഓട്ടോമാറ്റിക്കലി റെസിപ്പിയന്റിന്റെ 2A 2B അപ്ഡേറ്റഡ് ആവും. ഓക്കെ, നമ്മളൊരു ഇൻവോയ്സ് മിസ്സായിപ്പോയി. അപ്പൊ ഇൻവോയ്സ് മിസ്സായപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? GSTR 1 കഴിഞ്ഞിട്ട് 3Bക്ക് ഇടയിൽ ഞാൻ 1A ഫയൽ ചെയ്യാണ്. അപ്പൊ എന്റെ പ്രതീക്ഷ എന്താ? ഞാൻ ജാനുവരി മാസം തന്നെ 1A കാണിച്ചല്ലോ, അപ്പൊ റെസിപ്പിയന്റിന് ജാനുവരി മാസം തന്നെ ITC എടുക്കാൻ പറ്റില്ല. റെസിപ്പിയന്റിന്റെ 2A 2B സബ്സിക്വന്റ് മന്ത് അപ്ഡേറ്റ് ആവുള്ളൂ. അതായത് റെസിപ്പിയന്റിന്റെ ITC കറക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ് മന്തിലെ GSTR 1 കാണിച്ചാൽ മതി. ഇപ്പൊ തന്നെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോൺസെപ്റ്റ് കിട്ടിയല്ലോ? ഓക്കെ, ഫൈൻ. ഇനി സ്ട്രിക്റ്റ് ഇലക്ട്രോണിക് ഫയലിംഗ്. ഓഫ് കോഴ്സ് ഇവിടെ ഒരു മാനുവൽ ഫയലിംഗ് കോൺസെപ്റ്റ് ഇല്ല, ഇലക്ട്രോണിക് ഫയലിംഗ് മാത്രമേ പറ്റുള്ളൂ. നൗ വാട്ട് ഈസ് ദി ടൈം ലൈൻ ആൻഡ് അവൈലബിലിറ്റി? നമ്മളൊരു മന്ത്ലി GSTR 1 ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ GSTR 1 is available every month from the due date of GSTR 1 or its actual date, whichever is later. ഇപ്പൊ GSTR ഡ്യൂ ഡേറ്റ് മുതലോ അല്ലെങ്കിൽ അതിന് ആക്ച്വൽ ഫയലിംഗ് whichever is later മുതൽ നമുക്ക് എന്താ അവൈലബിൾ ആണ്? GSTR 1A അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇറ്റ് റിമെയിൻസ് അവൈലബിൾ until the 3B is filed for the same tax period, and that makes sense. 3B ഫയൽ ചെയ്യുന്നവരെ അത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ക്വാർട്ടർലി ആണെങ്കിലോ, QRB ചെയ്യുന്ന ആളാണെങ്കിലോ, GSTR 1A is available quarterly after the actual filing of GSTR 1 or its due date, whichever is later. And that makes sense. It remains available until quarterly GSTR 3B is filed. Okay. Amendments are allowed for month 1 and month 2 invoices if they were initially declared in IFF. Month 1 month 2 നമ്മൾ ഓൾറെഡി IFF ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ GSTR 1 കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മന്ത് 1ലും മന്ത് 2ലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് സബ്സിക്വന്റ് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് അത് IF ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം, അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇറ്റ്സ് വൺ ടൈം ഫയലിംഗ്. ഒരു GSTR 1 കഴിഞ്ഞ് പിന്നെ ഒരു 1A ഫയൽ ചെയ്യാൻ പറ്റില്ല, ഒറ്റ തവണ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആപ്ലിക്കബിൾ ഓൺലി ഫോർ കറന്റ് ടാക്സ് പീരീഡ്. കറന്റ് ടാക്സ് പീരീഡിലെ മിസ്റ്റേക്സ് മാത്രമേ ഇതിനകത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ദർ ഇസ് നോ സെപ്പറേറ്റ് അമെൻമെന്റ് ഫോർ IFF ഇൻവോയ്സസ്. അതിന് മന്ത്ലി വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 1A. അതിനൊരു ഡ്യൂ ഡേറ്റ് ഇല്ല. 3B ഫയൽ ചെയ്യുന്നത് വരെ GSTR 1A ഓപ്പൺ ആയിരിക്കും. ഓക്കെ, got it. So with that we are done with the amendments related to returns. അപ്പോൾ I hope that നിങ്ങൾക്ക് CA May 2025 എക്സാമിനേഷന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം വീണ്ടും കണ്ടു നോക്കുക. ഓൾ റൈറ്റ്. എന്നിട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിന് താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം, എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലും താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഫോളോ ദാറ്റ് ഫോർ അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് ക്ലാസസ് ആൻഡ് അതർ അമെൻമെന്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമാണ്. സോ യു ക്യാൻ ഫോളോ മീ ഓവർ ദാറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അമെൻമെന്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എല്ലാ റിട്ടൺ ഡേറ്റയും ഇതിൻ്റെ ഒരു PDF അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിലും അഗൈൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഫൈൻ. So with that, I hope this session was helpful for you guys, and all the best for your upcoming examination.